മനസ്സിലായി, ഒരു ചർച്ചയിൽ വിളിച്ചിട്ട് ഇന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, ആ ചോദ്യത്തിനാണ് ഉത്തരവെഴുതുന്നത്. അതല്ലാതെ അനിൽകുമാറിനെ പോലെ മറുപടി ഇല്ലാതെ ആവുമ്പോൾ മറ്റു പല കാര്യങ്ങളിൽ ഓടുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് മറുപടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്തിനാണ് നിങ്ങൾ രണ്ട് സംഗമം നടത്തിയത്? എല്ലിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ട്, ഇനിയും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ. മുടിയുന്ന നാട്ടുകാരല്ലേ, ഞാനല്ലല്ലോ. ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ മതേതരത്വത്തെ പിന്നിൽ നിന്ന് കുത്തി വെട്ടിമുറിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ സ്വന്തം കാറിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയും ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? അവിടെ യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കുകയും ചെയ്യാം. മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ സ്വന്തം അർദ്ധ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് വായിച്ച് അതിന് ലെജിറ്റിമസി കൊടുക്കുന്നതാണോ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും എവിടെയാ നിങ്ങൾ രണ്ട് സംഗമം നടത്തി? എന്തിനാ BJP-ക്കാരുടെ കാശ് കളഞ്ഞത്? ഒരുമിച്ച് നടത്തിയാ പോരായിരുന്നോ? ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അനിൽകുമാർ പറയാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രേതം കയറിയിരിക്കുകയാണ്. നല്ല കാര്യമാണ്, പ്രശംസിക്കാന്ന് കരുതരുത്. യു ആർ എ വെരി ലക്കി. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. കറതീർന്ന മതേതരവാദിയായ നിലപാടുകളുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രേതം കയറിയിട്ടെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ബാഹ്ലേ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, പിണറായിയുടെ പ്രേതം കയറിയാൽ ഞാനൊരു വർഗീയവാദിയായി മാറും. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. വോട്ടിന് വേണ്ടി തരാതരം പോലെ ഇസ്ലാമോഫോബിയ കത്തിക്കുകയും സംഘപരിവാറിന് വിടുവേലയും ചെയ്യുന്ന വർഗീയവാദിയുടെ പ്രേതമായി എനിക്ക് മാറാൻ കഴിയാത്തതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ പറഞ്ഞു വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.